Namaste. Welcome to our channel, The Wheel of Fortune 77 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. 2 of Swords, 3 of Wands, 8 of Pentacles. 8 of Pentaclesൻ്റെ എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ദെൻ ഇവിടെ 3 of Swords ആണ് വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കാർഡ് 4 of Wands. ജസ്റ്റിസ്. ഇങ്ങനെയായിരുന്നു വന്നത്. ഫസ്റ്റ് 4 of Wands, then 3 of Swords, and then 8 of Pentacles, then Justice. ഐ തിങ്ക് നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും ലീഗൽ മാറ്റേഴ്സ് ഇവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. ഒരു പക്ഷേ എന്തെങ്കിലും ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു വ്യക്തിയായിട്ട് തമ്മിൽ എന്തെങ്കിലും ലീഗൽ മാറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലീഗൽ മാറ്റേഴ്സ് എന്ന് പറയുന്നത് അത് റിസോൾവ് ആകാൻ പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഫെയർ കിട്ടാൻ വേണ്ടിയിട്ട് പോവുമായിരിക്കും. ഓക്കെ, സോ ബിക്കോസ് ഓഫ് അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ഫേവറിൽ വരാൻ പോകുന്നത്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ആ ഒരു എനർജീസ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും കോർട്ട് കേസുകളോ അങ്ങനെയൊക്കെ ആയിട്ട് ഡിവോഴ്സ് കേസുകളോ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇവർക്ക് ഡിവോഴ്സ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇവരുടെ ഫേവറിൽ കാര്യങ്ങൾ ഒക്കെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തായിരിക്കും എല്ലാ ശരികളും. ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ പാർട്ട്ണർ അവരുടെ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയായിട്ട് സെപ്പറേഷൻ ഫേസിലേക്ക് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിലേക്ക് പോയിട്ടുള്ളത്. അപ്പം എന്തായാലും നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ആൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ പോവുകയാണ്, ഡിവോഴ്സ് കിട്ടാൻ. ഇപ്പോൾ ഫൈനലി നിങ്ങൾ ഡിവോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവർ ഡിവോഴ്സ് ആയിട്ട് വേണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജസ്റ്റിസ് കിട്ടാൻ പോകുന്നു കേട്ടോ. ഒരു എനർജീസാണ്. സോ ഐ തിങ്ക് ഈ ഒരു റിലേഷനിലാണെങ്കിലും ശരി, നിങ്ങളിപ്പം ഈ റിലേഷനിൽ എടുത്തിട്ടുള്ള എല്ലാ എഫേർട്ടുകളും അത് പേ ഓഫ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഐ തിങ്ക് നിങ്ങൾ ലോങ് ടൈമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരിക്കും. ഓക്കെ, ലോങ് ടൈമായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ഫേസിലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എഫേർട്ട് അതിന് റിസൾട്ട് കിട്ടാൻ പോവുകയാണ്. അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് കറണ്ട് സിറ്റുവേഷൻ പറഞ്ഞത് നിങ്ങളുടെ റീഡിങ്സ് ആണെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു വ്യക്തിയുടെ മോർണിംഗ് തോട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഈ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് ഇവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരിക്കലും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നത്. നിങ്ങളോട് ചെയ്യുന്നതും ഫെയർ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് എപ്പോഴും എന്താ പറയുക, നിങ്ങൾ ഹാപ്പിനെസ് ഡിസേർവ് ചെയ്യുന്ന ഒരാളാണ്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരാളാണ്. അല്ല ഒരിക്കലും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഇമോഷൻസ് വെച്ച് കളിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ നിങ്ങളെ വെച്ചിട്ട് ടൈം പാസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അങ്ങനത്തെ ഒരു എനർജിയേ അല്ല നിങ്ങളെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഡിസേർവ് ചെയ്യുന്നത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്, കമ്മിറ്റ്മെൻ്റ് ആണ്. അത് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങളെ ഈ ഹേർട്ടാക്കുന്നതിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് സങ്കടമുണ്ട്. ഒരിക്കലും അതവർ മനഃപൂർവ്വം ഹേർട്ടാക്കുന്നൊന്നുമല്ല. ഒരു പക്ഷേ അവരുടെ സിറ്റുവേഷൻസ് അതായിരിക്കാം. അതുകൊണ്ടായിരിക്കണം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഇത്രയും ഒരു എന്താ പറയുക, ബ്ലോക്കൊക്കെ ചെയ്തൊരു ബൗണ്ടറി കീപ്പ് ചെയ്ത് നിൽക്കുന്നുള്ളത്. ഓക്കെ, ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കാർഡ്സിനെ ക്ലാരിഫൈ ചെയ്യാം. ഐ
തിങ്ക് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ടും കൺഫ്യൂസ്ഡ് ആയിരിക്കാം, അപ്സെറ്റ് ആയിട്ടുള്ളൊരു എനർജീസ് ആണ് ലൈക്ക് എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഈ ഒരു വ്യക്തിയുടെ. ലൈക്ക് നല്ല രീതിക്ക് ഡൗൺ ആണെന്നാണ് എനിക്കിവിടെ തോന്നുന്നത് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ. ബട്ട് വൈ ഹിയർ ഈസ് 3 ഓഫ് സോൾസ് ഡിവൈൻ? വൈ ഹിയർ ഈസ് 3 ഓഫ് സോൾസ്? പ്ലീസ് ക്ലാരിഫൈ 3 ഓഫ് സോൾസ്. നിങ്ങളിപ്പോൾ ഇവിടെ സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരിയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ? എനിക്കൊരു എനർജി സെൻസ് ചെയ്യുന്നു. എന്താ പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിലും വല്ലാത്തൊരു എന്താ പറയുക, അവർ കുറേ ദിവസമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല, വല്ലാത്തൊരു ടയേർഡായിട്ടിരിക്കുന്ന ഒരു എനർജി ആയിരിക്കും. എനിക്കത് ഇവിടെ ഫീൽ ചെയ്യുന്ന കേട്ടോ, എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു. ഒരു ബോട്ടംസിൽ സ്ട്രെസ്സിൻ്റെ കാർഡാണ് വന്നേക്കുന്നത്, കണ്ടോ? ഞാൻ ഇത് കണ്ടില്ലായിരുന്നു ഈ കാർഡ്സ്. ഓക്കെ, ഈ ഒരു വ്യക്തിയാണെങ്കിലും വല്ലാണ്ട് എന്താ പറയുക, ഹേർട്ടഡ് ആയിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് എന്താ പറയുക, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങളുള്ളപ്പോഴാണ് ഈ ഒരു വ്യക്തിക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. ടു ബി ഹോണസ്റ്റ്, നിങ്ങളുള്ളപ്പോഴാണ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിലിരിക്കുമ്പോൾ പലപ്പോഴും ഇവർ പറഞ്ഞിട്ടുണ്ടാവും, ലൈക്ക് എനിക്ക് നീ ഉള്ളപ്പോഴാണ് എനിക്ക് ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എത്രയൊക്കെ ആളുകൾ ചുറ്റും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും എനിക്ക് ഈ ലോകത്തുണ്ടെന്നുള്ളൊരു തോട്ട്സോ വരത്തില്ല. പക്ഷെ നീ ഉള്ള ടൈമിൽ എനിക്ക് ആരോ ഈ ലോകത്തുണ്ട്, എനിക്ക് വേണ്ടി എന്നെ കാത്തിരിക്കാനും എന്നെ സ്നേഹിക്കാനും ആരോ ഒരാളുണ്ട് എന്നുള്ള ഒരു എനർജി എനിക്ക് എപ്പോഴും നീ ഉള്ള സമയത്ത് ഉണ്ടാവാറുണ്ടെന്ന് നിങ്ങളോട് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഫേസിൽ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഐ തിങ്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി മാരീഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഫങ്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം ഈ ഒരു ടൈമിൽ. നിങ്ങൾ ടിൻ ഫ്ലെയിം ജേർണിയിലായിരിക്കും ഉള്ളത്, നിങ്ങളുടെ ടിൻ ഫ്ലെയിമുമായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ശരിക്കും ഇത് റൈഡർ വൈറ്റ് അല്ലാത്തത് കൊണ്ടും ഈ ഓഷോയുടെ ഡെക്കിന് മീനിങ്സ് വരുന്നത് വളരെ ഡീപ്പും ഇൻറ്റൻസും ആയിട്ടുള്ള മീനിങ്സ് ആണ് വരുന്നുള്ളത്. അപ്പം ഈ ഒരു മീനിങ് മീൻസ് ഇത് ട്വിൻ ഫ്ലെയിം ജേണിയാണ്, സോൾ ടു സോൾ കണക്ഷൻ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങളും ഈ ഒരു വ്യക്തിയും. ലൈക്ക് ഈ ഒരു സോള് കണ്ടോ, ഈ രണ്ട് സോളും എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നുള്ളത്, കണ്ടില്ലേ? ഇപ്പോഴും ഹഗ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പം ഈ ഒരു ഇതുപോലത്തെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണിത്, ഒരു സോളാണ് നിങ്ങൾ. അപ്പം ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള ഒരാളായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. നിങ്ങൾക്ക് ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 666 നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം. സോ എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവരുടെ ഫാമിലിയിൽ ഫങ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും അവരുടെ ലൈഫിൽ. അപ്പം അതിൻ്റെ സെലിബ്രേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. ശരിക്കും അവിടെ സെലിബ്രേഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഒട്ടും ഹാപ്പിയൊന്നും അല്ല. ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണം, നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിൽക്കണം എന്നാണ്. ലൈക്ക് നിങ്ങളോട് കൂടെ എപ്പോഴും ഇരിക്കുമ്പോഴാണ് ഇവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾ ഇവരുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ഫങ്ഷൻസോ അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷൻസോ ഒന്നും തന്നെ മനസ്സ് തുറന്ന് സന്തോഷിച്ച് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ശരിക്കും നമ്മൾ പറയത്തില്ലേ, ഓരോ നിമിഷവും തള്ളി നീക്കുക എന്ന് പറയില്ലേ. ഇപ്പോൾ അവിടെ ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതല്ലാതെ അവിടെ പ്രത്യേകിച്ച് ആ ഒരു ഇമോഷൻസിൽ അത്രയും സന്തോഷമോ അല്ലെങ്കിൽ അവിടെ ആ ഒരു സെലിബ്രേഷൻ നടക്കുമ്പോഴേക്കും അതിൽ മനസ്സ് തുറന്ന് സന്തോഷിക്കാനോ ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ സോൾ എപ്പോഴും ആ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു സോൾ ലെവൽ ഹാപ്പിനെസ് കിട്ടണം എന്നുണ്ട്, ഒരു ഹാർമോണി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്തുള്ളപ്പോഴാണ്, നിങ്ങളുടെ കൂടെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും വലിയൊരു ഹാർമണി എന്നുള്ളൊരു എനർജി ഫീൽ ചെയ്യുന്നതെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. വൈ ഹിയർ ഈസ് 8 ഓഫ് പെന്റക്കിൾസ്. ഇന്ന വോയിസ് മെച്യൂരിറ്റി. ഇപ്പം ഈ ഒരു വ്യക്തി ഇവരുടെ ലൈഫിലുള്ള എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും അതിനെ ഡീൽ ചെയ്യുന്നത് മെച്യൂരിറ്റി ലെവലിലാണ്. ലൈക്ക് അതൊരു പ്രാക്ടിക്കാലിറ്റിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. ഇമോഷണലി എന്തൊരു സിറ്റുവേഷൻസ് ആണെങ്കിലും അതിൽ കണക്റ്റഡ് അല്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. വാട്ടെവർ എന്തും ആയിക്കോട്ടെ, ഇവരുടെ ലൈഫിലുള്ള ഒന്നുമായിട്ട് അവർ ഇമോഷണലി കണക്റ്റഡ് അല്ല. ഐ തിങ്ക് നിങ്ങളുമായിട്ടൊരു ഡീപ്പ് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ടാവാം, ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം. നിങ്ങളിപ്പം ട്വിൻ ഫ്ലെയിംസ് ആണ്, നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്, സെപ്പറേഷൻ ഫേസിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാവുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇന്നോവോക്സ് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾ റീയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഫേസിലായിരിക്കാം ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്നുണ്ടെങ്കിൽ.
അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി റെസനേറ്റ് അല്ല. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളൊരു റീയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഫേസിലായിരിക്കാം. നിങ്ങളും വളരെയധികം ക്ഷമയോടുകൂടി നിൽക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ ഡിവൈൻ ഫെമിനനോ ഡിവൈൻ മസ്കുലനോ അങ്ങനെയൊക്കെയുള്ള ഡിവൈൻ എനർജിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങളുടെ എല്ലാ സോൾ മെർജിങ് ഫേസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റീയൂണിയൻ്റെ എല്ലാം ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ഡ്രീമിൻ്റെ കാർഡും ഈ ജസ്റ്റിസിൻ്റെ കാർഡും ഈ റീയൂണിയൻ്റെ കാർഡും നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് ലൈക്ക് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പാസ്റ്റ് ലൈഫ് കർമാസ് ഉണ്ട്. അപ്പം ഈ ഒരു പാസ്റ്റ് ലൈഫ് കർമാസ് റിലീസ് ചെയ്യാതെ നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാവില്ല. നോക്കിക്കേ, ഇത് കണ്ടില്ലേ, ഇത് ഡ്രീം കാർഡ് എപ്പോഴും 6 ഓഫ് കപ്സിനെ കാണിക്കുന്ന കാർഡാണ്. എന്നാൽ ജസ്റ്റിസ് ഈസ് ഓൾവേസ് കർമ്മ. ഓക്കെ, അപ്പം ഇതൊരു പാസ്റ്റ് ലൈഫ് കർമ്മയാണ്. ഇപ്പം നിങ്ങൾക്ക് റീയൂണിയൻ കിട്ടുന്നില്ല ഉണ്ടെങ്കിൽ അതിനൊരു റീസൺ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ്. നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കർമ്മ ക്ലിയർ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ടേക്ക് റീകണക്റ്റ് ആവാൻ പറ്റുന്നുള്ളത്, ഒരു റീയൂണിയൻ ഫേസിലേക്ക് വരാൻ പറ്റുന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയും എവേക്കണ്ടായിരിക്കാം. ഇവർക്ക് മനസ്സിലായി, ഇവരുടെ ഇൻറ്റ്യൂഷൻ്റെ കാർഡ് വന്നിരിക്കുന്നത് കണ്ടോ. ഇന്നർ വോയിസ് ഈസ് ഓൾവേസ് ഇൻറ്റ്യൂഷൻ. ഇറ്റ്സ് ഹൈ പ്രീസ്റ്റസ് കാർഡ്. ഓക്കെ, സ്പിരിച്വൽ അവേക്കനിങ് കാർഡാണ്. അപ്പം സ്പിരിച്വലി അവേക്കൺഡ് ആയിരിക്കാം ഈ ഒരു വ്യക്തി, അല്ലെ സ്പിരിച്വലി അവേക്കൺഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. ഓഫ് കോഴ്സ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺഷ്യസ്നെസ് എന്നുള്ളൊരു ലെവലിലേക്ക് ഈ ഒരു വ്യക്തി വന്നിട്ടുണ്ടാവും. പക്ഷെ പൂർണ്ണമായിട്ടുള്ള കോൺഷ്യസ്നെസ്സിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ നിങ്ങൾക്കുള്ള കർമ്മ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നിങ്ങൾക്കുള്ള കർമ്മ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ വർക്ക് കൂടുതലായിട്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ, അതാണ് ഇവിടെ ഹൈ പ്രീസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ സ്പിരിച്വൽ ആയിരിക്കാം, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ പക്കായിട്ടായിരിക്കും ഗൈഡ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം പല കാര്യങ്ങളും. നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് 777 കാണുന്നുണ്ടാവാം കണ്ടിന്യൂസ് ആയിട്ട്, സ്പിരിച്വൽ അവേക്കനിങ് കാർഡ്സ്. അതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിം നമ്പർ ആയിട്ടുള്ള 1111, 222 ആൻഡ് 333, 444, 555 ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം. സർ എനർജീസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം മൊമെൻ്റ് ടു മൊമെൻറ്റിൻ്റെ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ്സ് ഓഫ് കോഴ്സ് ഇത് വെയിറ്റിംഗ് ഫേസിനെയാണ് പറയുന്നുള്ളത്. വെയിറ്റിംഗ് ഫേസ് എന്താ, ലിറ്ററലി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യണം എന്നല്ല പറയുന്നുള്ളത്. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, പതിയെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ഒരു റീയൂണിയൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ നല്ല രീതിക്ക് ക്ഷമ വേണം. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ഹാപ്പിയാണ് ഇവരുടെ ഫാമിലിയുടെ കൂടെ. ഇവർ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വെറുതെയാണ് കേട്ടോ. ഇവർ ഹാപ്പി ഒന്നും അല്ല. ഇവർ ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവർ ഹാപ്പി ഒന്നും അല്ല. നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് ബാഡ് ബ്ലെസ്സിങ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല ഒരിക്കലും. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്പിരിച്വൽ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജേണിയെ വീണ്ടും ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്കൊരു ഗൈഡൻസ് നോക്കാം ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. പ്ലീസ് ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി ഗൈഡൻസ് പ്ലീസ്. എൻ്റെ വ്യൂവേഴ്സ് എന്താണ് ചെയ്യേണ്ടത് ഇവിടെ റീയൂണിയൻ ഉണ്ടാവാനായിട്ട് വേണ്ടിയിട്ട്? സോറി കേട്ടോ, ഇടയ്ക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ കയറി വരും. എൻ്റെ മമ്മിയാണ് വന്നത് കേട്ടോ, ആരെങ്കിലും ഒന്നുമല്ല. നല്ല ചൂടല്ലേ, ജ്യൂസ് കൊണ്ട് വന്നതാ. ഓക്കെ 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 സി Shiva Jap harness the power of Rudra mantra, embrace the practice of Shiv Jap, especially the power of mantra Om Namah Bhagavate Rudraya as means to fulfill your desire. Okay. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കർമ്മ റിലീസ് ചെയ്യാനായിട്ട് ശിവജപ എന്നാണ് പറയുന്നത്. ശിവജപം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. സോ പ്രാക്ടീസ് ഓഫ് ശിവജപ്
എക്സ്പെഷ്യലി ദ പവർഫുൾ മന്ത്ര ഓം നമോ ഭഗവതി രുദ്രായ. ഓം നമോ ഭഗവതി രുദ്രായ നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രുദ്രാക്ഷം വാങ്ങിച്ചിട്ട് ഓം നമ ശിവായ നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അല്ലെങ്കിൽ കരചരണകൃതം എന്നുള്ള ശിവസ്തുതി ഉണ്ടല്ലോ, അതാണെങ്കിലും നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആക്ച്വലി ഇറ്റ്സ് എ ഫ്ലൈയിങ് ഹനുമാൻ ലോങ് ജേർണി, എ മൊമെൻറ്റിയസ് journey, whether the physical or spiritual lights ahead, you embrace the opportunities to recognize the endurance. ഓക്കെ, ഇതൊരു ഞാൻ ഓൾറെഡി പറഞ്ഞു സ്പിരിച്വൽ ജേർണിയുടെ കാര്യമാണ്. ഇതൊരു ലോങ് ജേർണിയാണ്. നിങ്ങൾക്ക് അതിന് വേണ്ടി പേഷ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് നിങ്ങളതിൽ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ പ്ലാനിങ്? സ്പിരിച്വൽ ജേർണിയിൽ ഒരിക്കലും നമ്മൾ പ്ലാനിങ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളെ പൊതുവെ പ്ലാൻ ചെയ്യും, ലൈക്ക് ആ ഒരു വ്യക്തി വരും ഇന്നത് 2 പറയണം, അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടുന്നുണ്ടാവും. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ അവർ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് നിങ്ങളോട് ആദ്യം പറയുന്നുണ്ടാവും, മിറർ ചെയ്യുന്നുണ്ടാവും അവർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടൊന്നും നിൽക്കേണ്ട. പക്ഷേ നിങ്ങളെപ്പോഴും സ്പിരിച്വൽ വേയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ റുട്ടൈൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ റീയൂണിയൻ പോസിബിൾ ആകണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ലോർഡ് ശിവയിൽ കൂടുതലായിട്ടും ബിലീവ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു നിങ്ങളുടെ ഒരു കർമ്മ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുള്ള ശിവജപ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചറിൽ ഇതിലൊരു ഗ്രോത്തും ഒരു സക്സസ്സും ഉണ്ടാകും എന്നാണ് പറയുന്നുള്ളത്. ഇപ്പോൾ നിങ്ങളെന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മിസ്റ്റേക്സ് തിരുത്താൻ ശ്രമിക്കുക. ആൻഡ് പുട്ട് യുവർ എഫർട്ട് ഇൻ കറക്റ്റിംഗ് ദോസ് മിസ്റ്റേക്സ് ഇൻസ്റ്റെഡ് ഓഫ് റിഗ്രറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ്, നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മിസ്റ്റേക്സ് മീൻസ് എന്താണ്, നിങ്ങൾ അവരെ ഫിസിക്കൽ ഒരു പെയിൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ മെൻ്റലി ഒരു പെയിൻ കൊടുക്കുന്നു, നിങ്ങൾ അവരെ ടോർച്ചർ ചെയ്യുന്നു, അതൊരു മിസ്റ്റേക്സ് ആണ്. അതിലുപരി നിങ്ങൾ ഈ ഒരു ജേർണിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്യുന്നതും നിങ്ങൾ അവരെ അതും ഇതും പറയുന്നതും നെഗറ്റീവ് ബ്ലെസ്സിങ്സ് കൊടുക്കുന്നതും എപ്പോഴും നിങ്ങൾ ആ ഒരു ജേർണി മനസ്സിലാക്കിയതിന് ശേഷവും അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നതും ഒക്കെ ശരിക്കും ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ റീയൂണിയനെ ബ്ലോക്ക് ചെയ്യുന്നത് ഇതിൽ. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു റിലേഷൻ നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ഇതിലൊരു നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിതിനെ കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ പുറകെ ചേസ് ചെയ്ത് ഓടാതെ നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ വർക്കിൽ ഫോക്കസ് ചെയ്യാനാണ് മെയിനായിട്ട് ഇവിടെ ഗൈഡൻസ് വന്നിട്ടുള്ളത്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും നിങ്ങളുടെ കർമ്മ ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ഹാർമണി അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ റീയൂണിയൻ പോസിബിൾ ആവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ഗൈസ്, സീ യു.